കൂട്ടുകാർക്കും LSSന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് 2 ആഴ്ചയായി. ഒന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ ആഴ്ച അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാത്ത കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അവരതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ഒത്തിരി കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കുട്ടികൾക്കും LSS കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നോക്കാം. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന രീതിക്കനുസരിച്ച് തന്നെ എഴുതുക. പേനയും പേപ്പറും എടുത്ത് ഓരോന്നിൻ്റെയും നമ്പർ ഇട്ട് ചോദ്യം കേൾക്കുമ്പോൾ അറിയുന്ന ഉത്തരമുണ്ടെങ്കിൽ അത് എഴുതുക. 25 ചോദ്യങ്ങളാണ് ആകെ ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും അറിയുന്ന ഉത്തരം എഴുതുക. അതിനുശേഷം ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ആരാണോ ഉള്ളത് അവരുടെ കയ്യിൽ നിങ്ങൾ എഴുതിയ ഉത്തര പേപ്പർ കൊണ്ടുപോയി കൊടുക്കുക. ശേഷം ഉത്തരം ശരിയായത് ശരിയിട്ട് തരാൻ പറയുക. ബാക്കി അവസാനം നിങ്ങൾ കണക്ക് കൂട്ടി എത്ര മാർക്ക് കിട്ടി അത് കമൻറ്റ് ചെയ്യുക. തെറ്റായ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും വെറുതെ വീഡിയോ കേട്ട് വെറുതെ തള്ളി വിടരുത്. കാരണം എക്സാം എഴുതുന്നത് പോലെ തന്നെ എഴുതണം. എന്നാലേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആണെന്നുള്ള ആ ഒരു ഫീൽ ചെയ്യുള്ളൂ. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ആ ഒരു എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ചോദ്യം കേട്ട് ഉത്തരം അറിയുന്ന ഉത്തരം എഴുതുക. ബാക്കി മറ്റുള്ളവരെ കൊണ്ട് മാർക്ക് ഇടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി എഴുതിയതാരെ? ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി എഴുതിയതാരെ? രണ്ടാമത്തെ ചോദ്യം, സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടെ വരികളാണിത്? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ആരുടെ വരികളാണ്? മൂന്നാമത്തെ ചോദ്യം, നീതി എന്ന പദത്തിൻ്റെ വിപരീത പദമെന്ത്? നീതി എന്ന പദത്തിൻ്റെ വിപരീത പദമെന്ത്? ഇനി നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള സൂചനകളിൽ നിന്നും എഴുത്തുകാരനെ തിരിച്ചറിയുക. പത്തനംതിട്ട ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1924 നവംബർ 2-നാണ് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് യതിചര്യ, നളിനി എന്ന കാവ്യശില്പം. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല പേരായിരുന്നു ജയചന്ദ്രൻ. അപ്പോൾ ഈ തന്ന 4 സൂചനയിൽ നിന്നും എഴുത്തുകാരന് ആരാണ് എന്ന് തിരിച്ചറിയാനാണ്. അത് കണ്ടെത്തി ഉത്തരം എഴുതുക. ഒരിക്കൽ കൂടി പറയാം, പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ലിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1924 നവംബർ 2-നാണ് ജനിച്ചത്. അതുപോലെ യതിചര്യ, നളിനി എന്ന കാവ്യശില്പം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ മുഖം എന്ന വാക്കിന് സമാനമായി വരുന്ന പദമേത്? മുഖം എന്ന വാക്കിന് സമാനമായി വരുന്ന പദമേത്? ഓപ്ഷൻസ്: ആസ്യം, ലാസ്യം, മോഹം, ഹാസ്യം. ഇതിലേതാണ് മുഖം എന്ന വാക്കിന് സമാനമായി വരുന്ന പദം? ഇനി ആറാമത്തെ ചോദ്യം, റീഅറേഞ്ച് ദ ഗിവൺ സ്പെല്ലിംഗ് ആൻഡ് റൈറ്റ് ദ മീനിങ്ഫുൾ വേർഡ്. സ്പെല്ലിംഗ്: PNROCILTAAOM. സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി വായിക്കാം. PNROCILTAAOM. നെക്സ്റ്റ്, ഓഡ് വൺ ഔട്ട്. വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കിങ്ഡം, കിങ്, പ്രിൻസ്, പ്രിൻസസ്. കിങ്ഡം, കിങ്, പ്രിൻസ്, പ്രിൻസസ്. അതേപോലെ എട്ടാമത്തെ ചോദ്യം, സൺ, ഗൺ, വൺ, റൺ. സൺ, ഗൺ, വൺ, റൺ. നെക്സ്റ്റ്, അറേഞ്ച് ദ വേർഡ്സ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. 9ാമത്തെ ചോദ്യം, വേർഡ്സുകൾ ശ്രദ്ധിക്കുക.
പ്ലാന്റ്സ്, ചിൽഡ്രൻ, പോട്ട്, കിങ്. പ്ലാന്റ്സ്, ചിൽഡ്രൻ, പോട്ട്, കിങ്. അടുത്ത വേർഡുകൾ പാരൻറ്റ്, ഗാർഡൻ, പ്രിൻസ്, ഫാർമർ. പാരൻറ്റ്, ഗാർഡൻ, പ്രിൻസ്, ഫാർമർ. ഇനി 11ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും വ്യത്യാസമായി നിൽക്കുന്ന ഒന്നിനെ കണ്ടെത്തി എഴുതുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും വ്യത്യാസമായി നിൽക്കുന്ന ഒന്നിനെ കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വാഴ, കുളവാഴ, അസോള, പായൽ. വാഴ, കുളവാഴ, അസോള, പായൽ. ഇതിലേതാണ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്ന് കണ്ടെത്തി ഉത്തരം എഴുതുക. 12. ജീവികൾക്ക് മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ജീവികൾക്ക് മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇനി 13ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ പെടാത്തത്? താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ പെടാത്തത്? ഏതൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. പൂന്തോട്ടം നിർമ്മിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക, ഔഷധത്തോട്ട നിർമ്മാണം നടത്തുക, വൃക്ഷത്തൈ നടുക. പൂന്തോട്ടം നിർമ്മിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക, ഔഷധത്തോട്ടം നിർമ്മിക്കുക, വൃക്ഷത്തൈ നടുക. അടുത്ത ചോദ്യം. പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? 15ാമത്തെ ചോദ്യം. ജലസസ്യങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതുക. ജലസസ്യങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതുക. 16ാമത്തെ ചോദ്യം. 7000-ൽ എത്ര പത്തുകളുണ്ട്? 7000-ൽ എത്ര പത്തുകളുണ്ട്? 17. രാധ കടയിൽ പോയി 300 രൂപയുടെ 2 ഉടുപ്പും 500 രൂപയുടെ ഒരു ബാഗും വാങ്ങിച്ചു. എങ്കിൽ ആകെ എത്ര രൂപ കൊടുക്കേണ്ടി വരും? രാധ കടയിൽ പോയി 300 രൂപയുടെ 2 ഉടുപ്പും 500 രൂപയുടെ ഒരു ബാഗും വാങ്ങിച്ചു. എങ്കിൽ ആകെ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇനി 18ാമത്തെ ചോദ്യം. 10 നൂറുകൾ ചേർന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ 2000 കിട്ടും? 10 നൂറുകൾ ചേർന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ 2000 കിട്ടും? ഇനി 19ാമത്തെ ചോദ്യം. 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? 20ാമത്തെ ചോദ്യം. 1000-ന്റെ 4 നോട്ടുകളും 500-ന്റെ 3 നോട്ടുകളും ചേർന്നാൽ ആകെ എത്ര രൂപയുണ്ടാവും? 1000-ന്റെ 4 നോട്ടുകളും 500-ന്റെ 3 നോട്ടുകളും ചേർന്നാൽ ആകെ എത്ര രൂപയുണ്ടാകും? 21ാമത്തെ ചോദ്യം. ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്നത് എന്താണ്? 22ാമത്തെ ചോദ്യം. കരിമീനിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷമേത്? കരിമീനിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷമേത്? 23ാമത്തെ ചോദ്യം. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നറിയപ്പെടുന്ന പക്ഷിയേത്? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നറിയപ്പെടുന്ന പക്ഷിയേത്? 24ാമത്തെ ചോദ്യം. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? 25ാമത്തെ ചോദ്യം. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവ് ആരാണ്? കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവ് ആരാണ്? ഇത്രയുമാണ് നമ്മുടെ 25 ചോദ്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങളുടെ അടുത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾ എഴുതിയ ഉത്തരപേപ്പർ കൊണ്ടുപോയി കൊടുക്കുക. അതിനുശേഷം വീഡിയോ ഓണാക്കി ഉത്തരങ്ങൾ ശരിയാണോ എന്ന് മാർക്കിടാൻ പറയാം. ലാസ്റ്റ് മാർക്ക് കൂട്ടി നോക്കുക, എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി നമ്മൾ ഉത്തരം പറയാൻ പോവുകയാണ്. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി ആരുടേതാണ്? ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി ആരുടേതാണ്? എന്താണ് ഉത്തരം? ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം. 2ാമത്തേത്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടെ വരികളാണ്? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മ. 3ാമത്തെ ചോദ്യം. നീതി എന്ന പദത്തിൻ്റെ വിപരീത പദമെന്ത്? അനീതി. നീതി എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് അനീതി. നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചില വാക്കുകൾക്ക് മുമ്പിൽ ആ ചേർത്താൽ ആ വാക്കിൻ്റെ
ഓപ്പോസിറ്റ് വിപരീത പദം കിട്ടുന്നത്. അപ്പം അതുപോലത്തെ ധർമ്മം അധർമ്മം, സാധാരണം അസാധാരണം, നീതി അനീതി, സത്യം അസത്യം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പം അതിലൊന്നാണ് നീതി. നീതി എന്ന പദത്തിന്റെ മുന്നേ ആ ചേർത്താൽ നമുക്ക് അതിന്റെ വിപരീത പദം കിട്ടും അനീതി. അപ്പം ഉത്തരം അനീതിയാണ്. നാലാമത്തെ ചോദ്യം പറഞ്ഞിരുന്നത് താഴെ കൊടുത്തിട്ടുള്ള സൂചനകളിൽ നിന്നും എഴുത്തുകാരനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സൂചനകൾ എന്തൊക്കെയായിരുന്നു? പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞ കല്ലിലാണ് ജനിച്ചത്. യതിചര്യ എന്നത് പ്രശസ്തമായ ഒരു കൃതിയാണ്. 1924 നവംബർ 2 ജനിച്ചത്. അതുപോലെ ജയചന്ദ്രൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. അപ്പം ഈ 4 സൂചനകളും വായിച്ചു നോക്കിയാൽ അത് ഏത് എഴുത്തുകാരനെ കുറിച്ചിട്ട് പറയുന്നതാണെന്ന് മനസ്സിലാവും. ഇനി അവസാനം പറഞ്ഞത് എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ജയചന്ദ്രൻ എന്നത് ആരുടെ ആദ്യകാല പേരായിരുന്നു? നിത്യചൈതന്യയുടെ. അപ്പോൾ ഉത്തരം എന്താണ്? നിത്യചൈതന്യയി. ഇനി 5ാമത്തെ ചോദ്യം പറഞ്ഞത് താഴെ കൊടുത്തവയിൽ മുഖം എന്ന വാക്കിന് സമാനമായി വരുന്ന പദമേത്? നമ്മൾ നേരെ തിരിച്ചായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. മുഖം എന്ന വാക്കിന് പകരമായി വരാത്ത പദം ഏത് എന്നായിരുന്നു പറഞ്ഞത്. അപ്പം നിങ്ങൾ ശ്രദ്ധയോട് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം തെറ്റാതെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം എന്തൊക്കെയാണ് ഇവിടെ വാക്കുകൾ കൊടുത്തിരുന്നത്? ആസ്യം, ലാസ്യം, മോഹം, ഹാസ്യം. അപ്പം ഇതിലേതാണ്? ഇതിൽ ശരിയായത് ആസ്യമാണ്. ആസ്യമാണ് മുഖം എന്ന പദത്തിന് സമാനമായി വരുന്ന പദം. ഇനി ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 6ാമത്തെ ചോദ്യം. റീഅറേഞ്ച് ദ ഗിവൺ സ്പെല്ലിംഗ് ആൻഡ് റൈറ്റ് ദ മീനിങ് വേർഡ് എന്നാണ്. സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിയായിട്ട് നമ്മൾ ഓർഡർ ശരിയാക്കി എഴുതുമ്പോൾ അതെന്താണ് വാക്ക് കിട്ടുന്നത്? പ്രൊക്ലമേഷൻ. നമ്മൾ പഠിച്ച വാക്കാണ് പ്രൊക്ലമേഷൻ. അതിൻ്റെ തെറ്റായ ഓർഡറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം പ്രൊക്ലമേഷൻ. 7ഉം 8ഉം ഓഡ് വൺ ഔട്ട് കണ്ടെത്താനാണ്. അത് നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കണം. ശരിയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം കിങ്ഡം, കിങ്, പ്രിൻസ്, പ്രിൻസസ് എന്നായിരുന്നു വേർഡ്സുകൾ. അതിലേതാണ് ഓഡ് വൺ ഔട്ട്? കിണ്ടാണ്. പിന്നെ 8ാമത്തത് എന്തായിരുന്നു? സണ്ണ്, ഗണ്ണ്, വണ്ണ്, റണ്ണ്. അതിലേതാണ് ഓഡ് വണ്ണ്? വണ്ണ്. അപ്പം എല്ലാ കുട്ടികൾക്കും ശരിയായിട്ടുണ്ടാവും. നമ്മൾ അതേ ചോദ്യം തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി 9ഉം 10ഉം എന്താണ്? അറേഞ്ച് ദ വേർഡ്സ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക്കൽ ഓർഡർ ആക്കിയിട്ട് മാറ്റി എഴുതാനുള്ളതാണ്. 9ാമത്തെ വേർഡ്സുകൾ എന്തൊക്കെയായിരുന്നു? പ്ലാന്റ്സ്, ചിൽഡ്രൻ, പോട്ട്, കിങ്. ഇതിനെങ്ങനെയാണ് ഓർഡർ ആക്കി എഴുതിയത്? ആൽഫബറ്റിക്കൽ ഓർഡർ ആക്കിയിട്ട് എങ്ങനെ എഴുതി? ചിൽഡ്രൻ, കിങ്, പ്ലാന്റ്സ്, പോട്ട്. നമ്മൾ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. പിന്നെ 10ാമത്തെ വേർഡ്സുകൾ എന്തൊക്കെയായിരുന്നു? പാരന്റ്, ഗാർഡൻ, പ്രിൻസ്, ഫാർമർ. ഇതിനെങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡർ ആക്കി മാറ്റി എഴുതിയത്? ഫസ്റ്റ് ഏത് വരും? ഫാർമർ. ഫാർമർ, ഗാർഡൻ, പാരന്റ്, പ്രിൻസ്. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ കണ്ടെത്തിയിട്ട് എഴുതുക എന്നായിരുന്നു. ഏതൊക്കെയായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? വാഴ, കുളവാഴ, അസോള, പായൽ. ഇതൊക്കെയായിരുന്നു. ഇതിലേതാണ് വ്യത്യസ്തമായത്? വാഴയാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു മറ്റുള്ളവയെല്ലാം എന്താണ്? ജലസസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ജലസസ്യങ്ങൾക്ക് ഉദാഹരണം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ആഫ്രിക്കൻ പായല്, കുളവാഴ, അസോള, പായല്, ആമ്പല്. ഇതൊക്കെ ജലസസ്യങ്ങൾ ഉദാഹരണമാണ്. ഇപ്പോൾ വാഴ ജലസസ്യമാണോ? അല്ല. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായത് എന്താണ്? വാഴയാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? ജീവികൾക്ക് മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? അത് ഒരുപാട് നമുക്ക് എഴുതാൻ അറിയാലേ. അപ്പം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ശുദ്ധവായു ലഭിക്കുന്നു, ആഹാരം ലഭിക്കുന്നു, സംരക്ഷണം ലഭിക്കുന്നു, വാസസ്ഥലം ലഭിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. ഇനി 13ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് എന്താ? താഴെ കൊടുത്തവയിൽ ഏതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പൂന്തോട്ടം നിർമ്മിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക, ഔഷധത്തോട്ടം നിർമ്മിക്കുക, വൃക്ഷത്തൈ നടുക എന്നൊക്കെയാണ്. ഇതിലേതാണ് പെടാത്തത് വരിക? പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക എന്നാണോ നമ്മൾ പറഞ്ഞിരുന്നത്? അല്ല, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി 14ാമത്തെ ചോദ്യം എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? പ്രകൃതിയിലെ ഉൽപാദകർ എന്താണ്? പ്രകൃതിയിലെ ഉൽപാദകർ എന്താണ്? സസ്യങ്ങൾ. അത് എളുപ്പമാണ് അല്ലേ. 15ാമത്തെ ചോദ്യം, ജലസസ്യങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതുക. ജലസസ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുവാനുള്ള കഴിവുണ്ട്. പിന്നെന്താണ്? ഇവക്ക് മണ്ണിൽ വേരുറക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഏത് എഴുതിയാലും ശരിയാണ്. 2 പോയിന്റിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും.
അടുത്ത 16ാമത്തെ ചോദ്യം എന്തായിരുന്നു? 7000-ൽ എത്ര പത്തുകളുണ്ട്? 7000-ൽ എത്ര പത്തുകളുണ്ട്? അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വഴി പറഞ്ഞിരുന്നു. അതല്ല, നിങ്ങൾക്ക് മനക്കണക്കാക്കിയിട്ട് കൂട്ടാൻ പറ്റുന്നവർ അങ്ങനെയും കൂട്ടിയാൽ മതി. എന്തായാലും ഉത്തരം കിട്ടിയാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന രീതിക്കനുസരിച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് പറയാണ്. 7000 എന്ന് പറയുമ്പോൾ നമ്മൾ 7000 എഴുതി. പത്തുകളുണ്ടെന്ന് ചോദിക്കുമ്പോൾ പത്തുകൾ എഴുതി. അപ്പോൾ ഈ 10-ൽ എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം ഉണ്ട്. അപ്പോൾ ആ ഒരു പൂജ്യത്തിനെയും കളഞ്ഞു. 7000-ലെ ഒരു പൂജ്യത്തിനെയും കളഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 700. അപ്പോൾ നമ്മുടെ ഉത്തരം 700. അടുത്ത 17ാമത്തെ ചോദ്യം എന്തായിരുന്നു? രാധ കടയിൽ പോയി 300 രൂപയുടെ 2 ഉടുപ്പും 500 രൂപയുടെ ഒരു ബാഗും വാങ്ങിച്ചു. എങ്കിൽ ആകെ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യുക? 300 രൂപയുടെ 2 ഉടുപ്പാണ്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യണം? 300-ൻ്റെ 2 ഉടുപ്പ്. 300 കൂട്ടിയാൽ 600. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 300 ഗുണിക്കണം 2 എന്ന് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 600 കിട്ടും. പിന്നെന്താണ്? 500 രൂപയുടെ ഒരു ബാഗ്. അപ്പം 500 ഗുണിക്കണം 1 ചെയ്യുക, അല്ലെങ്കിൽ 500 തന്നെ. അപ്പം ആദ്യം നമുക്ക് 600 കിട്ടി, പിന്നെ 500 കിട്ടി. ഈ 600-ഉം 500-ഉം കൂടി ആകെ കൂട്ടുക. അപ്പം എത്ര കിട്ടും? 1100 കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായില്ലേ? 300 രൂപയുടെ 2 ബാഗ്. അപ്പം ഒരു സാധനത്തിന് 300 രൂപയാണെങ്കിൽ നമ്മൾ 2 സാധനം വാങ്ങുകയാണെങ്കിൽ 600 രൂപ അല്ലേ? അപ്പം 600. പിന്നെന്താണ്? 500 രൂപയുടെ ഒരു സാധനം വാങ്ങി അല്ലേ? അപ്പം 500. അപ്പം 600-ഉം 500-ഉം കൂടി കൂട്ടിയാൽ 1100. മനസ്സിലായില്ലേ? ഇനി 18ാമത്തെ ചോദ്യം. 10 നൂറുകൾ ചേർന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ 2000 കിട്ടും? 10 നൂറുകൾ ചേർന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ 2000 കിട്ടും? അപ്പം ആദ്യം എന്ത് ചെയ്യണം? 10 നൂറുകൾ ചേർന്നാൽ എത്ര കിട്ടും എന്ന് കണ്ടെത്തണം. 10 നൂറ് ചേർന്നാൽ എത്ര കിട്ടും? 1000 കിട്ടും. 10 100 ചേർന്നാൽ 1000 കിട്ടും. അത് നമുക്ക് കണക്കാക്കിയിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 ഗുണിക്കണം 100 ചെയ്യാം. അപ്പോൾ 10 ഗുണിക്കണം 100 ചെയ്യുമ്പോൾ ആദ്യം 1 ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി പൂജ്യങ്ങൾ നോക്കി ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? 1000 കിട്ടും. പിന്നെ എന്താ നമ്മളോട് ചോദിക്കുന്നത്? എന്താണ്? ഈ സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 2000 കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 1000 ആണ് അല്ലേ? ഇനി ഈ 1000-നോട് കൂടിയിട്ട് എത്ര കൂട്ടിയാലാണ് 2000 കിട്ടുക? അപ്പം ഈ 1000-നോട് കൂടിയിട്ട് എത്ര കൂടി കൂട്ടിയാൽ 2000 കിട്ടും? ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കൂട്ടിയാലാണ് 2000 1000-നോട് കൂടിയിട്ട് എത്ര കൂട്ടിയാലാണ് 2000 കിട്ടുക എന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ 2000-ൽ നിന്ന് 1000 കുറക്കണം. അപ്പം എങ്ങനെ കിട്ടിയാലും അത് സിമ്പിളായിട്ട് കൂട്ടാൻ പറ്റും. കാരണം സിമ്പിൾ കണക്കാണ്. നമുക്ക് 1000, 100, 2000, 1000 എന്നൊക്കെ വരുമ്പോൾ ചെറിയ സംഖ്യകളായിട്ടാണ് മനക്കണക്കാക്കിയിട്ട് കൂട്ടാൻ പറ്റുന്ന സംഖ്യകളാണ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 10 നൂറുകൾ ചേർന്ന സംഖ്യയോട് എന്ന് പറയുമ്പോൾ 10 ഗുണിക്കണം 100 ചെയ്യുക. അപ്പം നമുക്ക് 1000 കിട്ടും. പിന്നെ ഈ 1000-നോട് കൂടിയിട്ട് 2000 ആവണമെങ്കിൽ ഇനി എത്ര കൂട്ടണം നോക്കുക. അപ്പോൾ 1000 കൂടിയും കൂട്ടിയാൽ മതി 2000 ആവാൻ. അപ്പം നമ്മുടെ ഉത്തരം 1000 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 10 നൂറുകൾ ചേർന്ന സംഖ്യയോട്, അപ്പോൾ 1000 കിട്ടി. 10 ഗുണിക്കണം 100 എന്ന് പറയുമ്പോൾ അവിടെ 1000 കിട്ടി. പിന്നെന്താണ്? ഇനി 2000 കിട്ടണമെങ്കിൽ നമ്മൾ എത്ര കൂടി കൂട്ടണം എന്നല്ലേ? അപ്പോൾ 2000 കുറക്കണം 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000 കിട്ടും. എങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം സെയിം ആയിരിക്കും കിട്ടുക. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1000 ആണ്. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. സിമ്പിൾ കണക്കാണ്. 10 നൂറുകൾ ചേർന്ന സംഖ്യ. 10 100 എന്ന് പറയുമ്പോൾ 1000 കിട്ടി അവിടെ. പിന്നെന്താണ്? ഈ 1000-നോട് കൂടിയിട്ട് ഇനി എത്ര കൂട്ടിയാലാണ് 2000 കിട്ടുക? അപ്പോൾ 1000-നോട് കൂടിയിട്ട് വീണ്ടും ഒരു 1000 കൂട്ടുമ്പോഴല്ലേ 2000 വരിക. അപ്പം നമ്മുടെ ഉത്തരം 1000 ആണ്. ഇനി 19ാമത്തെ ചോദ്യം എന്തായിരുന്നു? 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ രീതിക്ക് തന്നെ ചെയ്ത് നോക്കാം. 50 ഗുണിക്കണം 100. 50-ന്റെ 100 നോട്ടുകളാണല്ലോ. അപ്പം 50 ഗുണിക്കണം 100 എത്ര കിട്ടും? 5000 കിട്ടും. എങ്ങനെ കിട്ടുക? 50-ൽ ഒരു പൂജ്യം ഉണ്ട്, 100-ൽ 2 പൂജ്യമുണ്ട്. അപ്പം നമ്മൾ 5-നെ 1 കൊണ്ട് ഗുണിച്ച് ബാക്കി 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ പോരെ എളുപ്പത്തിൽ ഗുണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്തു? 50 നൂറുകൾ ചേർന്നപ്പോൾ 5000 കിട്ടി. ഇനി എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? ഇത് എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? ഈ 5000-ൽ എത്ര ആയിരങ്ങൾ ഉണ്ട് നോക്കിയാൽ പോരെ? അപ്പം 5000-ൽ എത്ര ആയിരങ്ങളുണ്ട്? 5000 ആണുള്ളത്. ഇനി അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവരെങ്ങനെ ചെയ്യണം? 5000-നെ എന്ത് ചെയ്യുക? 5000 എഴുതുക. അതുപോലെ 1000 അല്ലേ നമുക്ക് എത്ര 1000 ഉണ്ട് എന്നല്ല നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എത്ര ആയിരങ്ങൾ എന്നുണ്ട് ചോദിക്കുമ്പോൾ അതിലുള്ള പൂജ്യങ്ങൾ എത്രയുണ്ട് നോക്കുക, അതിനെ രണ്ടിലും കളയുക. അപ്പോൾ 1000-ൽ 3 പൂജ്യം ഉണ്ട്, 5000-ൽ 3 പൂജ്യം ഉണ്ട്. അപ്പം നമ്മൾ 3 പൂജ്യങ്ങൾ കളഞ്ഞാൽ പിന്നെ ബാക്കി 5 അല്ലേ ഉണ്ടാവുള്ളൂ.
അങ്ങനെയും ഉത്തരം കണ്ടെത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 50 100കൾ ചേർന്നാൽ 5000 അത് കിട്ടി. ഈ 5000ത്തിൽ എത്ര ആയിരം ഉണ്ട്? പെട്ടെന്ന് മനസ്സിലാവൂലേ? 1000ത്തിൽ 1000, 2000ത്തിൽ 2, 3000ത്തിൽ 3, 4000ത്തിൽ 4, 5000ത്തിൽ 5. സിമ്പിൾ അല്ലേ? അതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഉത്തരം 5 ആണ്. ഇനി അടുത്ത ചോദ്യം, 1000ന്റെ 4 നോട്ടുകളും 500ന്റെ 3 നോട്ടുകളും ചേർന്നാൽ ആകെ എത്ര രൂപയുണ്ടാകും? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ രീതിക്കനുസരിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. 1000ന്റെ 4 നോട്ടുകൾ, 1000ന്റെ 4 നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ 4000 കിട്ടും. 1000, 2000, 3000, 4000. 4 ആയിരങ്ങൾ ചേർന്നാണല്ലോ 4000. അപ്പോൾ അവിടെ 4000 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 1000 ഗുണിക്കണം 4, 1നെ 4 കൊണ്ട് ഗുണിക്കുക 4, പിന്നെ എത്ര 0 ഇട്ട് കൊടുക്കുക? 3 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4000 കിട്ടും. പിന്നെ 500ന്റെ 3 നോട്ടുകൾ, 500ന്റെ 3 നോട്ടുകൾ. അപ്പോൾ ഒരു 500, പിന്നെ 2 500 ആകുമ്പോൾ 1000, 3 500 ആകുമ്പോൾ 1500. അപ്പോൾ 500 ഗുണിക്കണം 3 വേണമെങ്കിൽ ചെയ്യുക. 5നെ 3 കൊണ്ട് ഗുണിക്കുക 15 കിട്ടും. പിന്നെ എത്ര 0 ഇട്ട് കൊടുക്കണം? 2 0 ഇട്ട് കൊടുക്കണം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ 4000 ചേർന്നാൽ 4000 എന്ന് എഴുതുക. 3 500 ചേർന്നാൽ 1500 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളോട് ചോദ്യം എന്താ ചോദിക്കുന്നത്? ഇവ കൂടി ചേർന്നാൽ എത്ര രൂപയുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആകെ എത്ര കിട്ടുമെന്ന് കാണണം. അപ്പോൾ നമുക്ക് 4000നെയും 1500നെയും കൂട്ടണം. 4000 1500 കൂട്ടുമ്പോൾ 5500 കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്തത് 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്നത് എന്താണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം കണിക്കൊന്ന. 22ാമത്തെ ചോദ്യം, കരിമീനിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷമേത്? ഉത്തരം 2010. കരിമീനിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷമാണ് 2010. ഇനി 23ാമത്തെ ചോദ്യം, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. 24ാമത്തെ ചോദ്യം, നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഉത്തരം ചിന്നാർ. ഇനി 25ാമത്തെ ചോദ്യം, കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവാരെ? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഇത്രയുമാണ് ഈ മോക്ക് ടെസ്റ്റിലെ 25 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കണക്ക് കൂട്ടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തെറ്റിയ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്